ലിസൺ ബോയ്സ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ലാസ്റ്റ് 3 years സെന്റ് സേവിയേഴ്സുമായിട്ട് നമ്മൾ ഒരു മാച്ചും ജയിച്ചിട്ടില്ല. റീസൺസ് പലതും ഉണ്ടാവും, ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ്. അതുകൊണ്ട് തന്നെ മേരി ലൂക്ക അടക്കം സ്കൂളിലെ മുഴുവൻ സ്റ്റാഫും നമ്മളെ എഴുതി തള്ളിയിരിക്കുക. സോ ഈ മാച്ച് ക്രൂഷ്യലാണ്. നമുക്ക് കോച്ച് എന്ന നിലയ്ക്ക് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കുന്നു. എന്താ? ഇത്തവണ മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. ഫെലിക്സ്, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവനിപ്പോൾ നമ്മുടെ എതിർ ടീമിലാണ് കളിക്കുക. അവനായിരിക്കും അവരുടെ ട്രംപ് കാർഡ്. പക്ഷേ ഫെലിക്സിന്റെ ഓരോ മൂവും അറിയാവുന്ന നിങ്ങൾക്ക് അവനെ എളുപ്പം മാർക്ക് ചെയ്യാനും പറ്റും. മാത്രമല്ല, അവൻ സ്റ്റാർ സ്ട്രൈക്കർ ആയത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് കൂടിയാ. അവന്റെ മുമ്പിൽ നിങ്ങൾ തോൽക്കാൻ പാടില്ല. നിങ്ങൾക്കതിന് കഴിയണം. ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എയിം. ഗുഡ് ലക്ക്. കളി തീരെങ്കിൽ 3 മിനിറ്റ് ബാക്കിയുള്ളൂ. സ്കോർ ചെയ്യാനാണെങ്കിൽ 1 സെക്കൻഡ് മതി സാം. രോഹൻ, ഏയ് യു എന്തായിരുന്നു ബഹളം? പോണ കണ്ടപ്പോ മിനിമം 10 ഗോളിനെങ്കിലും ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും അങ്കിൾ,
ആ ഫെലിക്സ് തന്നെ അങ്കിളിന്റെ പോസ്റ്റ് ഗോൾ അടിച്ചല്ലോ. ഷേം ഷേം. ടീച്ചേഴ്സിന്റെ മുമ്പിൽ തല പൊക്കി നടക്കാൻ വയ്യണ്ടായി. ഹെഡ് മിസ്ട്രസിന്റെ വക കളിയാക്കല് വേറെയും. പക്ഷേ നമ്മുടെ കുട്ടികൾ നന്നായി കളിച്ചു. ലാസ്റ്റ് മിനിറ്റ് വരെ അവർ ഫൈറ്റ് ചെയ്തു. കളിയുടെ 70% സെന്റ് സേവിയേഴ്സിന്റെ ഹാഫിലായിരുന്നു. 8 കോർണറും 4 ഫ്രീ കിക്കുവാ നമുക്ക് കിട്ടിയേ. കൂട്ടത്തിൽ ഒരു ഗോളും. മതി കളിയാക്കിയത്. ഇതാ പറയുന്നേ, നമുക്ക് ഈ കളിയും പഠിപ്പീരും ടെൻഷനും ഒന്നും വേണ്ട. മണിമലയിൽ പോയി എസ്റ്റേറ്റ് നോക്കി കപ്പയും കാച്ചിലും ചക്കയും ഒക്കെ അടിച്ച് സുഖമായിട്ടങ്ങ് കഴിയാം. ദേ അസിസ്റ്റന്റ് എത്തി. ആന്റി, നമുക്ക് ഈ അസിസ്റ്റന്റിനെ മണിമലയ്ക്ക് കൂട്ടാം. അവിടെ ചാണകം വാരാൻ ഒരാളായല്ലോ. എന്താ സാം? സാർ ഒരു മിനിറ്റ്. സാർ എനിക്കെന്തോ സംശയമുണ്ട്. ഇന്നത്തെ കളി അത് ഒത്തുകളിയാണ് സാർ. ഫെലിക്സ് റോഹനൊക്കെ തമ്മിൽ. സാം, സാറിന്റെ കയ്യിൽ അതിന് ടേപ്പില്ലേ? റിവൻ റിവൻ റോഹന്റെ ആ ഫൗള് കണ്ടോ സാർ? റിവൻ റിവൻ സ്റ്റോപ്പ്. ഇതാ കണ്ടോ, ഫെലിക്സിനെ ബ്ലോക്ക് ചെയ്യാൻ കാർത്തിക് ഓടി വരുന്നുണ്ട്. ഫെലിക്സിന് പന്ത് പാസ് ചെയ്യാൻ സെൻസേഴ്സിന്റെ ഒറ്റ പ്ലെയർ പോലും ബോക്സിലില്ല. നമ്മളുടെ ശരിക്കും സേഫാ. ആ സമയത്ത് പുറകിൽ നിന്ന് ഓടി വന്ന് റോഹൻ എന്തിനാ ഫൗൾ ചെയ്യുന്നത്? പക്ഷെ അത് കളിയുടെ ആവേശത്തിൽ റോഹന് പറ്റിയൊരു അബദ്ധമാണെന്നാണ് ഞാൻ കരുതിയത്. അല്ല സാർ, മനഃപൂർവ്വ. ഞാൻ ദൂരം ശരിക്കും കണ്ടു. ഫൗൾ ചെയ്ത് വീണപ്പോൾ റോഹന്റെയും ഫെലിക്സിന്റെയും നോട്ടം. പിന്നെ എണീക്കുമ്പോൾ രണ്ടുപേരും കൈകൊണ്ടെന്തോ ആംഗ്യവും കാണിച്ചു. പ്ലേ പ്ലേ. കണ്ടോ സാർ?